സാധാരണയിൽ പകുതി ആക്ഷേപഹാസ്യമായും പകുതി അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട് അനന്തപുരി പ്രതിമകളുടെ നഗരം എന്ന് പറയാറുണ്ട്. ആ പ്രതിമകളുടെ നഗരത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ തകർക്കപ്പെട്ട പ്രതിമകളുടെ ചരിത്രം കൂടി പറഞ്ഞാൽ മാത്രമേ അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണയാവുകയുള്ളൂ. 1949 ജൂലൈ 1-ാം തീയതി സ്വതന്ത്ര തിരുവിതാംകൂറും സ്വതന്ത്ര കൊച്ചിയും ലയിച്ച് തിരുക്കൊച്ചി രൂപം കൊള്ളുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. തലസ്ഥാനം തിരുവനന്തപുരവും ഹൈക്കോടതി കൊച്ചിയുമായിരിക്കണം. 1956 ഐക്യകേരളം രൂപപ്പെടുമ്പോഴും ആ വ്യവസ്ഥ തുടർന്നു വന്നു. അങ്ങനെ തിരുവനന്തപുരം ഭരണസ്ഥിരാകേന്ദ്രമായതോടുകൂടി ഓഫീസുകളോടൊപ്പം ഉയർന്നു വന്ന, ഒരുപക്ഷെ ഓഫീസുകളുടെ എണ്ണത്തെക്കാളേറെ ഉയർന്നു വന്നത് കൂടുതലും പ്രതിമകളായിരുന്നു. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, നവോത്ഥാന നായകരുണ്ട്. അങ്ങനെ നിരവധി പ്രമുഖർ പ്രതിമകളായി അനന്തപുരിയുടെ കോർപ്പറേഷനുള്ളിൽ തന്നെ കാണാൻ പറ്റും. ഏകദേശം 150-ലേറെ പ്രതിമകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ തുടങ്ങിയ ദേശീയ നേതാക്കൾ, നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി തുടങ്ങിയ മുൻ പ്രധാനമന്ത്രിമാർ, പൊന്നറ ശ്രീധർ, അക്കാമ ചെറിയാൻ, KR ലങ്കത്ത് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകരുടെ പ്രതിമകൾ, പട്ടംതാണുപിള്ള, EMS, R ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയ മുൻ മുഖ്യമന്ത്രിമാരുടെ പ്രതിമകൾ, ആശാൻ, ഉള്ളൂർ, വയലാർ തുടങ്ങിയ ബഹുമുഖ പ്രതിഭകളായി സാഹിത്യ നായകന്മാരുടെ പ്രതിമകൾ, കൂട്ടത്തിൽ 2 പത്രപ്രവർത്തകരുടെ പ്രതിമകളും തിരുവനന്തപുരത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. അതൊന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതും രണ്ടാമത്തെ കേസരി ബാലകൃഷ്ണപിള്ളയുടേതുമാണ്. ഇതൊക്കെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട പ്രതിമകളുടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ രാജഭരണകാലത്തും പ്രതിമകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. അതിലാദ്യമായി നമുക്ക് കിട്ടുന്നത്, ആദ്യമായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പ്രതിമ T. മാധവറാവുവിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നട ഇന്നറിയപ്പെടുന്നത് സ്റ്റാച്യു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ വന്നതിന് ശേഷമാണ് സ്റ്റാച്യു എന്ന പേര് വന്നത്. അതിനു മുമ്പ് അത് അറിയപ്പെടുന്ന കച്ചേരി നട എന്നും പുത്തൻ കച്ചേരി നട എന്നുമൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് മാവിൻമൂടെന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ 2-3 തവണ പേര് മാറി. അനന്തപുരിയിലെ ആദ്യത്തെ പ്രതിമയുടെ പേരിലാണ് ഇന്ന് ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത്, സ്റ്റാച്യു ജംഗ്ഷൻ എന്ന്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇന്ന് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ ഒരു പ്രതിമയുടെ പേരിൽ സ്ഥലനാമം പോലും തിരുവനന്തപുരത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിമ 1893 അത് സ്ഥാപിക്കപ്പെടുന്നത്. അത് അനാച്ഛാദനം ചെയ്തത് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്ന കേരളവർമ്മ വലിവോയി തമ്പുരാനാണ്. 1893 T. മാധവറാവുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മാധവറാവു 10-30 കൊല്ലക്കാലം തിരുവനന്തപുരത്തിൻ്റെ, അതായത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയൽ ഭരണ സംവിധാനത്തിനെ കൂടുതൽ പരിഷ്കരിക്കുകയും ഭരണത്തിനെ ജനകീയമാക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധമായതാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865. അതോടുകൂടിയാണ് ഈ പാട്ട കൃഷിക്കാർക്ക് ആ ഭൂമിയുടെ മേൽ അവകാശം സിദ്ധിക്കുന്നത് അതിനുശേഷമാണ്. അതിനു മുമ്പ് ജന്മിക്ക് എപ്പോൾ വേണേലും പാട്ടക്കാരനെ ഒഴിപ്പിച്ച് വിടാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി പാട്ടക്കാരനും ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു ആദ്യത്തെ വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. അത് പ്രഖ്യാപിച്ച T. മാധവറാവുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണം അദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1869 മഹാത്മാഗാന്ധി ജനിച്ച അതേ വർഷമാണ് സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ രൂപം കൊണ്ട പദ്ധതികളാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതും കേരളവർമ്മ ഉലുവൈ തമ്പുരാനത് അനാച്ഛാദനം ചെയ്യുന്നതും. ആ പ്രതിമ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി മാറുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടി അതിനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റൊരു പ്രതിമയാണ് ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ. ചിത്തിര തിരുനാൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മാരകമായിട്ട് യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്ത് ചിത്തിര തിരുനാളിൻ്റെ പ്രതിമയുണ്ട്. കോട്ടയ്ക്കകത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ സ്മാരകമായി പ്രതിമയുണ്ട്. അതാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ, സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ പലയിടത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ രാജഭരണകാലത്ത്. അതുപോലെ സ്ഥാപിക്കപ്പെട്ട 2 പ്രതിമകളാണ് ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ പ്രതിമ. CP രാമസ്വാമി അയ്യരുടെ പ്രതിമ അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് തമ്പാനൂർ അദ്ദേഹം ഒരു ലോഡ്ജ് ചെയ്തു. അന്ന് ലോഡ്ജിന് സാധാരണ പൊതുവെ വിളിച്ചിരുന്ന പേര് സത്രം എന്നാണ്. അങ്ങനെ സർക്കാർ വക ഒരു സത്രം അവിടെ പണി ചെയ്തു. അതിൻ്റെ പേര് അദ്ദേഹം ഇട്ടത് CP സത്രം എന്നാണ്. അടുത്ത കാലം വരെ അതുണ്ടായിരുന്നു. റെയിൽവേയുടെ ഉടമസ്ഥയിൽ വന്നതിന് ശേഷമാണ് അത് വിളിച്ചു നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതറിയപ്പെട്ടത് CP സത്രമാണ്. ഈ CP സത്രത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു അർത്ഥകായ പ്രതിമ സ്ഥാപിച്ചിരുന്നു. നമുക്കറിയാം 1947 ജൂലൈ 25-നാണ് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിക്കകത്ത് വെച്ച് CP രാമസ്വാമി അയ്യരെ KCS മണി വെട്ടുന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കഷ്ടിച്ച് 10-20 ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് രാത്രി വെട്ടിയതിന് ശേഷം KCS മണി തിരുവനന്തപുരത്ത് നിന്ന് നിഷ്ക്രമിച്ചു. അന്ന് രാത്രി തന്നെ ആരൊക്കെയോ ചേർന്ന് ആ പ്രതിമയും അവിടെ നിന്ന് ഇടിച്ചു പൊടിച്ച് മാറ്റി. അങ്ങനെ കേടുവന്ന പ്രതിമ കുറേ നാൾ ഈ CP സത്രത്തിൻ്റെ ഇടനാഴിയിൽ കുറേ നാൾ ഇങ്ങനെ കിടന്നു, ആരും ശ്രദ്ധിക്കാതെ കിടന്നു. പിന്നെ അത് അപ്രത്യക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ തകർക്കപ്പെട്ടിട്ടുണ്ട്. CPയുടെ 2ാമത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിനകത്താണ്. അതായത് നിയമസഭ ആദ്യം സമ്മേളിച്ചത് നമുക്കറിയാം BJT ഹാളിലാണ്. അതുകൊണ്ടാണ് അപ്പോൾ അയ്യങ്കാളിയൊക്കെ അവിടെ ആണ് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ അവിടെയാണ്. അതുകൊണ്ടാണ് അതിന് അയ്യങ്കാളി ഹാളെന്നൊക്കെ പേര് കൊടുത്തത്. പക്ഷേ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രാകൃതാവസ്ഥയിലായിരുന്നത് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റും BJT ഹാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര സുഗമമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ നിയമസഭ വേണമെന്നുള്ളൊരു ആവശ്യം ഉയരുകയും CP രാമസ്വാമി അയ്യർ അതിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ 1938 ഫെബ്രുവരിയിൽ അതിനകത്തൊരു നിയമസഭാ മന്ദിരം ഉയരുകയും ചെയ്തു. ഇപ്പോഴത്തെ പുതിയ നിയമസഭാ മന്ദിരം വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നിയമസഭാ മന്ദിരം സെക്രട്ടേറിയറ്റിനകത്തുണ്ടായിരുന്നു. അപ്പോൾ CPയുടെ ഭാവനയിൽ ഉയർന്നു വന്ന പിന്നീട് യാഥാർത്ഥ്യമായി മാറിയ ആ നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിൽ CPയുടെ ഒരു അർത്ഥകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രതിമ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നീക്കം ചെയ്യണമെന്ന നിരന്തരമായ ആവശ്യം ഉയർന്നു വന്നു. കാര്യം അത് ഫ്യൂഡലിസത്തിൻ്റെ ബാക്കിപത്രമാണെന്നും ഏകാധിപതിയുടെ പ്രതിമ സംരക്ഷിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്നത്തെ മുഖ്യമന്ത്രിയായ പട്ടംതാണു പിള്ളയ്ക്കും അതിനുശേഷം വന്ന പറവൂർ TK നാരായണ പിള്ളയ്ക്കുമൊക്കെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പരാതികൾ കൊടുത്തു, കോടതി കേസൊഴികെ ബാക്കി എല്ലാ സമ്മർദ്ദങ്ങളും അവർ ഉപയോഗിച്ചു എന്നുള്ള. പക്ഷേ എന്നിട്ടും പ്രതിമ അവിടെ തന്നെ നിന്നു. ഒരു സുപ്രഭാതത്തിൽ ആ പ്രതിമ പൂർണ്ണമായി അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, ആ പ്രതിമ നിന്നതിൻ്റെ അടയാളം പോലുമില്ലാതെ അതിവിദഗ്ധനായ ഒരു ശില്പിയെ കൊണ്ടുവന്ന് അതിൻ്റെ പീഠം വരെ കട്ട് ചെയ്ത് മാറ്റി ആ പ്രതിമ എവിടെയാണെന്നോ എവിടെ നിക്ഷേപിച്ചതെന്നോ എന്താണെന്നോ പിന്നീട് കണ്ടെത്തിയിട്ടുമില്ല. ആരാണ് നശിപ്പിച്ചത് എന്നും തിരിച്ചറിയാൻ കഴിയാതെ അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി 3ാമതൊരു പ്രതിമയുണ്ട്, അപ്രത്യക്ഷമായൊരു പ്രതിമ തിരുവനന്തപുരത്ത് നിന്ന്. നമുക്കറിയാം രാജപാത എന്ന് പൊതുവെ വിളിക്കുന്നത് നമ്മുടെ LMS മുതൽ, അതല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി LMS ചുറ്റി നേരെ കവടിയാർ പാലസിൻ്റെ നടയിൽ അവസാനിക്കുന്ന പാതയാണ് നമ്മൾ രാജപാത എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ നേരെ എതിരെ വെള്ളയമ്പലം കുന്നിൻ്റെ അടിഭാഗത്ത് 1941
അതായത് കൃത്യമായി പറഞ്ഞാൽ കൊല്ലവർഷം 1117 തുലാമാസം 6-ാം തീയതി ഒരു പ്രതിമ ഉയർന്നു. അത് തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ നാടുവാഴിയായിരുന്ന ചിത്തിര തിരുനാളിൻ്റെ അമ്മയുടെ പ്രതിമയായിരുന്നു, റാണി സേതു പാർവതിഭായിയുടെ. അപ്പോൾ അതവിടെ സ്ഥാപിക്കുന്നതിന് കാരണം ചിത്തിര തിരുനാൾ രാജാവിൻ്റെ കാലത്ത് നടന്ന പരിഷ്കാരങ്ങൾ. ഇപ്പോൾ ഒരുപക്ഷെ വ്യവസായ വിപ്ലവം യൂറോപ്പിൽ ആരംഭിച്ചതിന് ശേഷം അതിനെ അതുപോലെ തന്നെ പകർത്തിയ ചുരുക്കം നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു തിരുവിതാംകൂർ. ഏതാണ്ട് 19 കൊല്ലത്തെ ഭരണകാലത്തിനിടയ്ക്ക് 21 വ്യവസായശാലകൾ നമ്മുടെ തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ടു. CPയുടെയൊക്കെ ഒരു വലിയ ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ CPയുടെ ഇടപെടൽ കൊണ്ടാകാം അത് നടന്നത് എങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ചെന്ന രാജാവിനാണ്. എന്നാൽ ഇത് മുഴുവൻ ചെയ്യിച്ചത് രാജമാതാവായ സേതു പാർവതിഭായി ആണ് എന്നും അതിൻ്റെ സ്മാരകമായിട്ടാണ്, അതിൻ്റെ ബഹുമാനാർത്ഥമാണ് അവരുടെ പ്രതിമ സ്ഥാപിക്കുന്നതെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു 1941 സേതു പാർവതിഭായിയുടെ പ്രതിമ ഈ വെള്ളയമ്പലത്ത് പോലീസ് സ്റ്റേഷൻ്റെ നേരെ കിഴക്ക് വശത്ത് എതിർവശത്ത് ഒരു മണ്ഡപത്തിനുള്ളിൽ പ്രതിമ ഉയരുന്നത്. അപ്പോൾ ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ മദ്രാസിലെ ഗവർണറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ട് വരാൻ കഴിയാത്തത് കൊണ്ട് മകനായ ചിത്തിര തിരുനാൾ തന്നെ അത് അനാച്ഛാദനം ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ കൊല്ലവർഷം 1117 തുലാം 6-ാം തീയതി അത് അനാച്ഛാദനം ചെയ്യപ്പെടുന്നു. ആ പ്രതിമ 1970 വരെ യാതൊരു മാറ്റവുമില്ലാതെ കൃത്യമായി അവിടെ തന്നെ ഉണ്ടാകും. 1970-71 കാലഘട്ടത്തിലാണ് നക്സലൈറ്റ് പ്രസ്ഥാനം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതും ആ നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ ആയിരിക്കാമെന്ന് വിചാരിക്കപ്പെടുന്നു. ഏതായാലും ബോംബെറിഞ്ഞ് തകർക്കപ്പെട്ടു. അത് അങ്ങനെ തകർക്കപ്പെട്ട, പക്ഷെ തകർന്നു എങ്കിൽ അത് പൂർണ്ണമായി തകർന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചില ഡാമേജുകൾ പറ്റി. എന്തായാലും ആ പ്രതിമ ഒരു സുപ്രഭാതത്തിൽ കേടുപാടുകളോടുകൂടി നിൽക്കുന്നതാണ് തിരുവനന്തപുരത്തെ പൊതുസമൂഹം കണ്ടത്. കുറേ നാൾ അതിനെ പൊതിഞ്ഞു കെട്ടി അവിടെ സംരക്ഷിച്ചിരുന്നു. അതിനുശേഷം ആ പ്രതിമ അവിടെ നിന്ന് ഇളക്കി മാറ്റി നമ്മുടെ ബോംബെയിൽ നിന്നും ആർക്കിടെക്ചറിൽ ഉന്നത ബിരുദം നേടിയ മിടുക്കന്മാരായ എഞ്ചിനീയേഴ്സിനെയും ആർക്കിടെക്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് അതിനെ പഴയതുപോലെ അതിൻ്റെ അറ്റകുറ്റങ്ങളെല്ലാം തീർത്ത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കാർത്തിക നാൾ തിയേറ്ററിനകത്ത് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു കണ്ണാടിക്കൂട്ടിനകത്ത് ഇപ്പോൾ ചെന്നാലും നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തിന് പ്രതിമ സ്ഥാപിച്ചതിൻ്റെയും പ്രതിമ തകർത്തതിൻ്റെയും അതിൻ്റെ പേരിൽ നടന്ന പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഒരു വലിയ ചരിത്രം തന്നെ അനന്തപുരിക്കുണ്ട്. ഇതിനിടയിൽ ഇനി സൂചിപ്പിക്കേണ്ട 3 സ്മാരകങ്ങൾ കൂടി, പ്രതിമകളല്ലെങ്കിലും 3 സ്മാരകങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പാളയത്തെ രക്തസാക്ഷി മണ്ഡപം, അതിവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ജീവൻ ഹോമിക്കപ്പെട്ട ആളുകളുടെ സ്മാരകമായി ചെയ്തതാണ്. അതുപോലെ തന്നെ പാളയത്ത് മറ്റ് 1-ാം ലോകമഹായുദ്ധത്തിൽ ഇവിടെ നിന്ന് പോയി യുദ്ധം ചെയ്ത് ഇവിടെയൊക്കെയൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ സ്മാരകമായി ചെയ്ത പ്രതിമ. 3-ാമത്തേത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ നടയിലുള്ള CP രാമസ്വാമിയരെ വെട്ടി ഓട്ടിച്ചു എന്ന് നമ്മൾ കരുതപ്പെടുന്ന KCS മണിയുടെ പ്രതിമയല്ലെങ്കിലും അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിമ കൂടി അവിടെയുണ്ട്. ഇതാരും ശ്രദ്ധിക്കാതെ കാടുകയറി കിടക്കുന്നുവെങ്കിലും ഈ 3 സ്മാരകങ്ങൾ കൂടി ചേർത്ത് പറയുമ്പോൾ മാത്രമേ അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർത്തിയാവും. നന്ദി, നമസ്കാരം.